നമസ്കാരം, എല്ലാവർക്കും ബയോ അബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +2 ബയോളജിയിലെ 5ാമത്തെ ചാപ്റ്ററായ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിന്റെ 12ാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മള് മെന്റേലിയൻ ഡിസോർഡേഴ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതിലെ സിക്കിൾ സെൽ അനീമിയ ആണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞ ഈ ഒരു ഡിസീസിൽ എന്താ സംഭവിക്കുന്നത് അറിയുമോ? നോർമലി നമ്മളുടെ RBCസിന്റെ ഷേപ്പ് എങ്ങനെയാണുള്ളത്? ഡിസ്ക് ഷേപ്ഡ് ആണ് അല്ലെ. RBCs അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെല്ലുകൾ എന്ന് പറയുന്നത് ഡിസ്ക് ഷേപ്പിലാണ് ഉള്ളത്. എന്നാൽ സിക്കിൾ സെൽ അനീമിയ എന്ന രോഗമുള്ളവരിൽ ഈ RBCസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സിക്കിൾ ഷേപ്ഡ് ആയിരിക്കും. അതായത് വളഞ്ഞ അരിവാള് പോലെ ഇരിക്കുന്ന RBCs ആണ് ഇവിടെ കാണുന്നത് സിക്കിൾ സെൽ അനീമിയ പേഷ്യൻസിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഒക്കെ കുറവായിരിക്കും. അങ്ങനെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോ എങ്ങനെയാണ് ഈ സിക്കിൾ സെൽ അനീമിയ എന്ന രോഗം ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ഫോളോ ചെയ്യുന്ന ഒരു ഡിസോർഡർ ആണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഇതൊരു ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ട്രൈറ്റ് ആണ്. ഓട്ടോസോം ലിങ്ക്ഡ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഡിസീസിനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകൾ എവിടെയാണ് കാണുന്നത്? ഓട്ടോസോംസിലാണ് കാണുന്നത്. സെക്സ് ക്രോമസോമുകളിലല്ല, മറിച്ച് ഓട്ടോസോമിലാണ് ഈ ഒരു പെർട്ടിക്കുലർ ഡിസീസിനെ കൺട്രോൾ ചെയ്യുന്ന ജീന് കാണുന്നത്. അതായത് ഓട്ടോസോമിലെ ഒരു പെർട്ടിക്കുലർ ജീനില് മ്യൂട്ടേഷനോ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് ഈ ഒരു രോഗം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന അലീൽസ് വരുന്നത് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. HBA എന്ന അലീലും HBS എന്ന അലീലും ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അതില് നമ്മൾ പറഞ്ഞു റിസസീവ് ആണെന്ന് പറഞ്ഞു അല്ലെ. റിസസീവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ റിസസീവ് എന്ന് പറയുന്നത് ഈ HBS ആണ്. അപ്പോ HBS എന്ന കണ്ടീഷൻ ഉണ്ടാവുമ്പോഴാണ് രോഗം ഉണ്ടാവുന്നത്. ഓക്കെ, ഈ രണ്ട് അലീൽസ് വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? രോഗം ഉണ്ടാവുന്നത്. അപ്പൊ ഒരു സിക്കിൾ സെൽ അനീമിയ ഉള്ള ഒരു പേഷ്യന്റിലെ കണ്ടീഷൻ, ആ ജീന്റെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും? HBS എന്നായിരിക്കും. അപ്പൊ ഇതിലെ HBS എന്ന് പറയുന്നത് റിസസീവും HBA എന്ന് പറയുന്നത് ഡൊമിനന്റും ആണ്. അപ്പൊ ഇവിടെ നോക്കൂ, HBSന് പകരം HBS ആണ് വരുന്നതെന്ന് വിചാരിക്കുക. ഹെട്രോസൈഗസ് കണ്ടീഷൻ ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ രോഗം ഉണ്ടാവുമോ? ഇല്ല അല്ലെ. കാരണം ഈ A ആണ് ഡോമിനന്റ്. സോ സിക്കിൾ സെൽ അനീമിയ എന്ന രോഗം ഉണ്ടാവുന്നില്ല. പക്ഷെ ഇവരെന്താണ്? ഒരു കാരിയർ ആണ്. ഈ HBS എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ അലീലിനെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൊടുക്കാൻ ആർക്ക് കഴിയും? ഈ ഒരു ഇൻഡിവിജ്വലിന് കഴിയും. അപ്പോ ഇങ്ങനെ ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ള രണ്ട് പാരന്റ്സ് ആണ്, അതായത് പാരന്റ്സ് ആണ് കമ്പൈൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഫാദറിന്റെ കണ്ടീഷൻ HBA HBS, അതുപോലെ തന്നെ മദറിന്റെ കണ്ടീഷനും HBA HBS ആണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ള പാരന്റ്സ് ആണെങ്കിൽ അവരിൽ നിന്നും ഉണ്ടാവുന്ന നെക്സ്റ്റ് ജനറേഷനിൽ HBS വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ HBS വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്തുണ്ടാവുന്നു? ആ ഒരു ഓസ്പ്രിങ്ങിന് സിക്കിൾ സെൽ അനീമിയ എന്ന രോഗം ഉണ്ടാവുന്നു. ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്. കാരിയർ ആയിട്ടുള്ള പാർട്ട്നേഴ്സ് തമ്മില്, അല്ലെങ്കിൽ കാരിയർ ആയ പാർട്ട്നേഴ്സിന് ഉണ്ടാവുന്ന കുട്ടികൾക്ക് ഈ ഒരു രോഗം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ളവരാണ് കാരിയേഴ്സ്. HBA HBS വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പോസിബിൾ ജീനോടൈപ്പുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞ HBA HBS എന്നുള്ളതാണ്. നെക്സ്റ്റ് HBS എന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് അല്ലെ. അതാണ് ഡിസീസ് കണ്ടീഷൻ. ഡിസീസ് വരുന്ന കണ്ടീഷൻ ആണ് ഈ HBS എന്ന് പറയുന്നത്. ഇനി ഒരു പോസിബിലിറ്റി കൂടി ഇല്ലേ? അതെന്താണ്? HBA. ഈ HBA എന്ന് പറയുന്നതാണ് എന്ത്? നോർമൽ. അതായത് അവിടെ സിക്കിൾ ഷേപ്ഡ് RBCs പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല, അതുപോലെ തന്നെ അവർ കാരിയറും അല്ല, ഡോമിനന്റ് ആയിട്ടുള്ള കണ്ടീഷൻ. ഇതാണ് നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻ. എന്നാൽ HBS വരുമ്പോഴാണ് അവിടെ ഡിസീസ് ഉണ്ടാവുന്നത്. HBA HBS വരികയാണെങ്കിൽ, അതായത് ഹെട്രോസൈഗസ് കണ്ടീഷൻ വരികയാണെങ്കിൽ അവർക്ക് പുറമേക്ക് അസുഖമൊന്നുമില്ല. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന അസുഖമൊന്നും അവർക്കില്ല. പക്ഷെ അവർക്ക് എന്തിനുള്ള കഴിവുണ്ട്? നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഡിസീസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോ HBS വരുമ്പോഴാണ്
സിക്കിൾ സെൽ അനീമിയ എന്നുള്ള രോഗം ഉണ്ടാവുന്നത്. നിങ്ങൾ ഇവിടെ ഓർക്കേണ്ട കാര്യം, സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ഒരു ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ട്രൈറ്റ് ആണ് അല്ലെ. ഓട്ടോസോം ലിങ്ക്ഡ് ആണ്, റിസസീവ് ആണ്. അതിനെ കൺട്രോൾ ചെയ്യുന്ന ജീനിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഏതൊക്കെ അലീലാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലായി. ഇവിടെ അലീൽസ് ജസ്റ്റ് എസ് എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുകയല്ല, പകരം HBA, HBS അങ്ങനെയാണ് അലീൽസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോ തൊട്ട് മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് ഹെട്രോസൈഗസ് കണ്ടീഷൻ വരുമ്പോൾ, ഹെട്രോസൈഗസ് എന്ന് പറയുമ്പോൾ എന്താണ്, HBA, HBS അല്ലെ. ഈ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ള ഇൻഡിവിജ്വൽസിന് അവരുടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഡിസീസിന് കാരണമായിട്ടുള്ള ജീന് കൊടുക്കാനുള്ള കഴിവുണ്ട് അല്ലെ. 50% ചാൻസ് ഉണ്ട് ഈ HBS എന്നുള്ള ഈ ഒരു പെർട്ടിക്കുലർ അലീൽ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോവാൻ 50% ചാൻസ് ആണ് ഉള്ളത്. ഇപ്പൊ രണ്ട് പാരന്റ്സും, അതായത് ഫാദറും മദറും കാരിയർ ആണ്, രണ്ടു പേരിൽ നിന്നും HBS ആണ് വരുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഓസ്പ്രിങ്ങിന് ഈ ഒരു പെർട്ടിക്കുലർ ഡിസീസ് ഉണ്ടാവും അല്ലെ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ ഡിസീസ് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ജീനിൽ ഡിഫക്റ്റ് ഉണ്ടാവുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഓരോ ജീനും ഓരോ പ്രോട്ടീന്റെ സിന്തസിസിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓരോ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യപ്പെടുന്നതിന് പുറകിലും ഒരു പെർട്ടിക്കുലർ ജീൻ ഉണ്ടാവും. ഇപ്പോ നമ്മളെ ഹീമോഗ്ലോബിന്റെ കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് നമ്മളുടെ റെഡ് ബ്ലഡ് സെല്ലുകളിൽ കാണപ്പെടുന്ന ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു മോളിക്യൂൾ ആണ് അല്ലെ. ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് 4 സബ് യൂണിറ്റുകൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. 4 പ്രോട്ടീൻസ് അവിടെ കാണുന്നുണ്ട്. 4 തരത്തിലുള്ള പ്രോട്ടീൻസ് അല്ല, 2 ആൽഫ ഗ്ലോബിൻ ചെയിൻസും അതുപോലെ തന്നെ 2 ബീറ്റാ ഗ്ലോബിൻ ചെയിൻസും, ഇങ്ങനെ 4 സബ് യൂണിറ്റുകൾ ഇവിടെ കാണുന്നുണ്ട്, ഹീമോഗ്ലോബിനിൽ കാണുന്നുണ്ട്. പിന്നെ ഒരു ഹീം ഗ്രൂപ്പും കാണുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ പ്രോട്ടീൻസിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആൽഫ ഗ്ലോബിൻ 2 എണ്ണം വരുന്നുണ്ട്, അതുപോലെ തന്നെ ബീറ്റാ ഗ്ലോബിനും എന്താണ് 2 എണ്ണം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആൽഫ ഗ്ലോബിനും ബീറ്റാ ഗ്ലോബിനും ആണ് ഇവിടെ കാണുന്നത്. ഇതിലെ ഓരോന്നും പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞല്ലോ. ആൽഫ ഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ്, ബീറ്റാ ഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ്. ഈ ബീറ്റാ ഗ്ലോബിൻ എന്ന പ്രോട്ടീൻ ഉണ്ടാവുന്ന സമയത്ത്, ഇപ്പൊ ഏതൊരു പ്രോട്ടീൻ ഉണ്ടാവുകയാണെങ്കിലും അവിടെ കുറെ അമിനോ ആസിഡുകൾ ചേർന്നാണ് പ്രോട്ടീൻ ഉണ്ടായിട്ടുണ്ടാവുക അല്ലെ. ഒരു ജീൻ എടുത്ത് നോക്കുമ്പോൾ അതിൽ കുറെ കോഡോണുകൾ ഉണ്ടാവും. ഈ ഓരോ കോഡോണും ഓരോ അമിനോ ആസിഡിനെ ആയിരിക്കും കോഡ് ചെയ്യുന്നത്. അപ്പൊ ആ കോഡോണിനനുസരിച്ച് ഓരോ അമിനോ ആസിഡുകൾ ഇങ്ങനെ വരുന്നു, അത് പരസ്പരം കൂടിച്ചേരുന്നു, എന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ഒരു പ്രോട്ടീൻ ഉണ്ടാവുന്നത്. വ്യത്യസ്ത അമിനോ ആസിഡുകൾ ഇങ്ങനെ കൂടിച്ചേർന്നാണ് എന്തുണ്ടാവുന്നത്, പ്രോട്ടീൻ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഏത് അമിനോ ആസിഡ് വരണം എന്നുള്ളതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ഈ ജീനിൽ കാണപ്പെടുന്ന കോഡോണുകളാണ്. ഓക്കെ, ആ കോഡോണുകൾ കൃത്യമായിട്ടാണുള്ളതെങ്കിൽ, അതായത് ഇപ്പൊ ജീനിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ നോർമലി ആ പ്രോട്ടീൻ എങ്ങനെയാണോ സിന്തസൈസ് ചെയ്യപ്പെടേണ്ടത് അതേ രീതിയിൽ സിന്തസൈസ് ചെയ്യപ്പെടും. വരേണ്ട അമിനോ ആസിഡുകൾ തന്നെ കൃത്യമായ ക്രമത്തിൽ വന്ന് ആ ഒരു പെർട്ടിക്കുലർ പ്രോട്ടീൻ ഉണ്ടാവും. എന്നാൽ ഈ ജീനിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് ആ കോഡോണിൽ ചേഞ്ച് ഉണ്ടാവും. ആ കോഡോണിൽ ചേഞ്ച് ഉണ്ടാവുമ്പോൾ വരുന്ന അമിനോ ആസിഡ് മാറും. അപ്പൊ ഉണ്ടാവുന്ന പ്രോട്ടീന്റെ സ്ട്രക്ചറിൽ മാറ്റം വരില്ലേ? അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ബീറ്റാ ഗ്ലോബിൻ ചെയിൻ ഉണ്ടാവുന്ന സമയത്ത് സാധാരണഗതിയിൽ അതിന്റെ 6ാമത്തെ പൊസിഷനിൽ, ആ ഒരു പെർട്ടിക്കുലർ പ്രോട്ടീന്റെ 6ാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് ആണ് വരിക. ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന അമിനോ ആസിഡ് ആണ് വരിക. 1, 2, 3 എന്ന് പറഞ്ഞ് ഓരോ പൊസിഷനിലും പെർട്ടിക്കുലർ അമിനോ ആസിഡ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ 6ാമത്തെ പൊസിഷനിൽ വരേണ്ടത് ആരാണ്, ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്. എന്നാൽ ജീനിൽ ഡിഫക്റ്റ് ഉണ്ടാവുന്നത് കാരണം അവിടെ ആര് വരും, വാലിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് വരും. അപ്പൊ സാധാരണയുള്ള സ്ട്രക്ചറിൽ മാറ്റം സംഭവിച്ചില്ലേ? അപ്പൊ സാധാരണഗതിയിൽ വരേണ്ടത് ആരാണ്, ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്. പക്ഷെ അതിന് പകരം അവിടെ ആര് വരുന്നു, വാലിൻ വരുന്നു. അപ്പൊ ഇങ്ങനെ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വരുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ പ്രോട്ടീന്റെ സ്ട്രക്ചറിൽ മാറ്റം സംഭവിച്ചു. ഇത് RBCന്റെ ഷേപ്പ് തന്നെ മാറാൻ കാരണമായി. 6ാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ അമിനോ ആസിഡിൽ മാറ്റം സംഭവിച്ചത് കൊണ്ടാണ് ഡിസ്ക് ഷേപ്പിലുള്ള RBCs സിക്കിൾ ഷേപ്പിലായിട്ട് മാറുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, ഇതാണ് നമ്മുടെ നോർമൽ ജീന്. നോർമൽ എന്ന് പറയുമ്പോൾ HBA ആണ് അല്ലെ. HBA എന്ന് പറയുന്നത് നോർമൽ ആണ്. എന്നാൽ HBS എന്ന് പറയുന്നതാണ് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ളത്.
അപ്പോ ഇവിടെ HbA ആണെങ്കിൽ നോക്കൂ, ഒരു സ്ട്രാൻഡിലെ ഇതിപ്പോ നമുക്ക് ഇവിടെ ഓരോന്നിനും ഓരോ കോഡോൺ ഉണ്ടാവും കേട്ടോ. GAC CTC GAG CTC GAG എന്ന് കാണുന്നില്ലേ? ഇത് ഈ ആറാമത്തെ പൊസിഷനിലെ ഗ്ലൂട്ടാമിക് ആസിഡിനെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെ ഓരോന്നിനെയും കോഡ് ചെയ്യാൻ ഓരോ ഇതുപോലത്തെ മൂന്ന് ബേസ് പെയർസ് വരുന്ന ഓരോ കോഡോൺ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഇതിലെല്ലാം കൃത്യമായിട്ട് അതിന്റെ കോഡോൺ തന്നെയാണ് കാണപ്പെടുന്നത്. എന്നാൽ ഇവിടെ നോക്കൂ, ഇവിടെ ആറാമത്തെ പൊസിഷനിൽ സാധാരണഗതിയിൽ എന്താ വരിക? ഒരു സ്ട്രാൻഡില് GAG ആണ്, ഇത് DNA ആണല്ലോ. GAGന്റെ ഓപ്പോസിറ്റ് സ്ട്രാൻഡ് അപ്പൊ എന്തായിരിക്കും? G എപ്പോഴും C യുമായിട്ടും A എപ്പോഴും T യുമായിട്ടുമാണ് ബൈൻഡ് ചെയ്യുക. സോ Gക്ക് ഓപ്പോസിറ്റ് ആയിട്ട് C വരും, Aക്ക് ഓപ്പോസിറ്റ് ആയിട്ട് T വരും, Gക്ക് ഓപ്പോസിറ്റ് ആയിട്ട് C വരുന്നു. സോ ഇവിടെ ഓപ്പോസിറ്റ് സ്ട്രാൻഡില് CTC എന്ന കണ്ടീഷൻ വരുന്നു. ഓക്കെ, ഇത് DNA ആണ്. ഇനി അടുത്ത് എന്ത് സംഭവിക്കുകയാണ്? DNA-യിൽ നിന്നും mRNA ഉണ്ടാവുന്നു. DNA ഡയറക്റ്റ് ആയിട്ട് പ്രോട്ടീൻ സിന്തസിസിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. പകരം ഈ DNA-യിലുള്ള മെസ്സേജിനെ mRNA ആണ് എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്? ഈ റൈബോസോമിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവിടെ വെച്ചാണ് ഈ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ DNA-യിൽ നിന്നും mRNA ഉണ്ടാവുന്നു. അപ്പൊ ഈ ഓപ്പോസിറ്റ് സ്ട്രാൻഡ് ഇല്ലേ, അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു mRNA ആണ് ഇവിടെ ഉണ്ടാവുന്നത്. കണ്ടോ? CTC എന്ന കണ്ടീഷൻ ആണ് ഈ ഒരു ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ ഉള്ളത് അല്ലെ. അപ്പൊ C ആവുമ്പോൾ ഇവിടെ എന്ത് വരും? G വരും. T ആവുമ്പോൾ A വരും. C ആവുമ്പോൾ G വരും. ഓക്കെ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അഡിനിൻ എപ്പോഴും തൈമിനുമായും ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ടുമാണ് പെയർ ചെയ്യുന്നത്. അത് എപ്പോഴും ഓർത്ത് വെക്കണം കേട്ടോ. അപ്പൊ ഇവിടെ mRNA-യില് GAG എന്നാണ് ഉള്ളത്. അപ്പൊ ഈ GAG റീഡ് ചെയ്യുന്ന സമയത്ത് അപ്പൊ GAG എന്തിനാ സൂചിപ്പിക്കുന്നത്? ഗ്ലൂട്ടാമിക് ആസിഡിനെയാണ്. അപ്പൊ ട്രാൻസ്ഫർ RNA എന്ത് ചെയ്യും? ഗ്ലൂട്ടാമിക് ആസിഡിനെ കൊണ്ടുവരും. ഓക്കെ, ആ ഗ്ലൂട്ടാമിക് ആസിഡ് ഇവിടെ വന്ന് നിൽക്കും, അതായത് ഈ പ്രോളിനുമായി കൂടിച്ചേരും. അപ്പൊ നോർമൽ ആയിട്ടുള്ള ബീറ്റാ ഗ്ലോബിൻ ഉണ്ടായി. എന്നാൽ ഇവിടെ നോക്കൂ, HbS ജീനില്, അതായത് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന പേഷ്യൻസിന്റെ കേസില് അവരുടെ ജീനില് എക്ക് പകരം അവിടെ ആരാണുള്ളത്? T ആണുള്ളത്. അതായത് അഡിനിന് പകരം അവിടെ ആര് വന്നു? തൈമിൻ വന്നു. ജസ്റ്റ് ഒരു ബേസ് പെയറിലെ മാറ്റം സംഭവിച്ചിട്ടുള്ളൂ. അപ്പൊ ഗ്വാനിൻ, അഡിനിൻ, ഗ്വാനിൻ എന്ന് വരേണ്ടതിന് പകരം ഗ്വാനിൻ, തൈമിൻ, ഗ്വാനിൻ എന്ന് വന്നു. അപ്പൊ ഓപ്പോസിറ്റ് സ്ട്രാൻഡ് മാറിയില്ലേ? CAC ആയി. CTCക്ക് പകരം അവിടെ എന്തായി? CAC എന്നുള്ള കണ്ടീഷൻ ആയി. ഇനി ഇതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള mRNA ഇവിടെ ഉണ്ടാവുകയാണ്. ഓക്കെ, C വരുമ്പോൾ G വരുന്നു, അതായത് CG. ഓക്കെ, പിന്നെ A വരുമ്പോൾ T ആണ് വരിക. പക്ഷെ mRNA-യിൽ എന്ത് കാണില്ല? തൈമിൻ ഇല്ല അല്ലെ. തൈമിന് പകരം അവിടെ എന്താണുള്ളത്? യുറാസിൽ ആണുള്ളത്. അപ്പോ അഡിനിന് കോംപ്ലിമെന്ററി ആയിട്ട് ഇവിടെ ആര് വന്നു? യുറാസിൽ വന്നു. പിന്നെ Cക്ക് കോംപ്ലിമെന്ററി ആയിട്ട് G വന്നു. അപ്പൊ ഇവിടെ നോക്കൂ, GAG എന്നാണ് mRNA-യിൽ വരുന്ന ആ ഒരു ഓർഡർ. എന്നാൽ എന്താണ് ഇവിടെ വരുന്നത്? GUG എന്നാണ്. അപ്പൊ GUG വന്നു കഴിഞ്ഞാൽ ഗ്ലൂട്ടാമിക് ആസിഡ് വരുമോ? ഇല്ല. GUG ആണ് വരുന്നത് എങ്കിൽ അവിടെ ആരെയാണ് എടുക്കുന്നത്? വാലിനെയാണ്. വാലിനാണ് അവിടെ വരിക. അപ്പൊ ഇവിടെ ഇത് റീഡ് ചെയ്തപ്പോൾ GUG ആണ് വന്നത്. സോ GUG എന്നുള്ള കോഡ് വന്നു കഴിഞ്ഞാൽ ആരാ വരിക? വാലിനാണ് വരിക. അപ്പൊ നോക്കൂ, ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം ആര് വന്നു? വാലിൻ വന്നു. അപ്പൊ ആ ബീറ്റാ ഗ്ലോബിന്റെ സ്ട്രക്ചറിൽ മാറ്റം സംഭവിച്ചു. അങ്ങനെ സ്ട്രക്ചറിൽ മാറ്റം സംഭവിക്കുമ്പോൾ അത് എന്തിനെ ബാധിക്കുന്നു? ഈ RBCന്റെ ഷേപ്പിനെ ബാധിക്കുന്നു. ഡിസ്ക് ഷേപ്പിലുള്ള RBC എന്ത് ഷേപ്പിലേക്കായിട്ട് മാറി? സിക്കിൾ ഷേപ്പിലേക്കായിട്ട് മാറി. അപ്പോ അവിടെ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വരാനുള്ള ഒറ്റ കാരണം എന്താണ്? ആ ഒരു സിംഗിൾ ബേസ് പെയറിലുള്ള മാറ്റമാണ് അല്ലെ. GAG എന്നാണ് mRNA-യിൽ സാധാരണ വരുന്നത്. എന്നാൽ അത് എന്തായി മാറി? GUG ആയി മാറി. GUG ആയി മാറുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? വാലിൻ വരുന്നു. ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വരുന്നു. അപ്പൊ ഇങ്ങനെ ഈ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ള ഹീമോഗ്ലോബിൻ, അതായത് അവിടെ നോർമൽ ഉള്ള ബീറ്റാ ഗ്ലോബിൻ അല്ല അവിടെ കാണുന്നത്. ബീറ്റാ ഗ്ലോബിൻ മാറുമ്പോൾ അവിടെ ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുന്നു. അപ്പൊ ഈ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ള ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് പോളിമറൈസേഷൻ സംഭവിക്കുന്നു. പോളിമറൈസേഷൻ സംഭവിച്ച് RBCസിന്റെ ആ ഒരു നോർമൽ ഷേപ്പ് മാറി സിക്കിൾ ഷേപ്പിലേക്ക് മാറുന്നു. അതായത് ഒരു ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പിലുള്ള RBCs ഇലോങ്ങേറ്റഡ് സിക്കിൾ ലൈക്ക് സ്ട്രക്ചറിലേക്ക്
മാറുകയാണ് ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്താണ്? ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരു സിംഗിൾ ബേസ് പെയറിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞ ഈ ഒരു പെർട്ടിക്കുലർ ഡിസീസിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഇതൊരു ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ട്രൈറ്റ് ആണ് അല്ലെ. ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ട്രൈറ്റ് ആണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ ഡിസീസിനെ കൺട്രോൾ ചെയ്യുന്ന അലീൽസിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? HbA എന്നും HbS എന്നുമാണ്. ഇതിൽ HbA എന്ന് പറയുന്നത് നോർമലും HbS എന്ന് പറയുന്നത് മ്യൂട്ടേറ്റഡും ആണ്. പക്ഷെ ഇത് റിസസീവ് ആയതുകൊണ്ട് തന്നെ രണ്ട് HbS ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ മാത്രമേ അവിടെ എന്തുണ്ടാവുന്നുള്ളൂ? ഡിസീസ് ഉണ്ടാവുന്നുള്ളൂ. HbA എന്ന് പറയുന്നത് നോർമൽ ആണ്. ഇനി ഒരു ഹെറ്ററോസൈഗസ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാലും, ദാറ്റ് മീൻസ് HbS വന്നു കഴിഞ്ഞാലും അവിടെ ഡിസീസ് ഒന്നും ഉണ്ടാവുന്നില്ല. ബട്ട് അവർക്ക് എന്തിനുള്ള കഴിവുണ്ട്? നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഡിസീസിന് കാരണമായിട്ടുള്ള ജീനിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇവിടെ എന്താണ് ഈ ഒരു രോഗത്തിൽ സംഭവിക്കുന്നത്? ബീറ്റാ ഗ്ലോബിൻ ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് ശരിക്കും ആറാമത്തെ പൊസിഷനിൽ വരുന്നത് ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്. പക്ഷെ അതിന് പകരം ഇവിടെ എന്ത് വരുന്നു? വാലിൻ വരുന്നു. അപ്പൊ അങ്ങനെ വാലിൻ വരുന്ന സമയത്ത് ആ ബീറ്റാ ഗ്ലോബിന്റെ സ്ട്രക്ചറിൽ മാറ്റം സംഭവിച്ചു. അത് പിന്നീട് എന്തിനു തന്നെ കാരണമാവുന്നു? ഡിസ്ക് ഷേപ്പിലുള്ള ആ RBC സിക്കിൾ ഷേപ്പിലേക്കായി മാറാൻ തന്നെ കാരണമാവുന്നു. സോ ഇവിടെ ഉണ്ടാവുന്ന RBCസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇലോങ്ങേറ്റഡ് സിക്കിൾ ഷേപ്പ് ആയിരിക്കും. അപ്പൊ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഡിസീസിൽ എന്താ സംഭവിക്കുന്നത്? RBCസിന്റെ ഷേപ്പ് മാറുകയാണ് ചെയ്യുന്നത്. നമുക്കിനി തലാസീമിയ എന്ന് പറയുന്ന ഡിസീസിനെ കുറിച്ച് നോക്കാം. ഇത് കഴിഞ്ഞ് ശരിക്കും, അതായത് സിക്കിൾ സെൽ അനീമിയ കഴിഞ്ഞ് ശരിക്കും ഫീനൽ കീറ്റോന്യൂറിയ എന്ന് പറയുന്ന ഒരു ഡിസീസിനെ കുറിച്ചാണ് ടെക്സ്റ്റിൽ പറയുന്നത്. എന്നാൽ തലാസീമിയ എന്ന് പറയുന്നതും ഒരു ബ്ലഡ് ഡിസീസ് ആയതുകൊണ്ട് നമുക്ക് ആദ്യം ഇത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതും എന്താണ്? ഒരു മെന്റേലിയൻ ഡിസോർഡർ ആണ്. ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ബ്ലഡ് ഡിസീസ് ആണ് ഇത്. ഒരു ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ബ്ലഡ് ഡിസീസ് ആണ് തലാസീമിയ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പേ സിക്കിൾ സെൽ അനീമിയയിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ആണ്. ഇതും ഹെട്രോസൈഗസ് ആയിട്ടുള്ള കാരിയേഴ്സ് ആയിട്ടുള്ള പാരന്റ്സിൽ നിന്നും നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് പോവാൻ സാധ്യതയുള്ള ഡിസോർഡർ ആണ്. ഇവിടെയും ഹീമോഗ്ലോബിൻ നിർമ്മിക്കപ്പെടുന്ന ഗ്ലോബിൻ ചെയിൻസിലാണ് പ്രശ്നം സംഭവിക്കുന്നത്. നമ്മൾ തൊട്ടു മുമ്പേ പറഞ്ഞ സിക്കിൾ സെൽ അനീമിയയില് ബീറ്റാ ഗ്ലോബിൻ ചെയിൻസിനെയാണ് ബാധിക്കുന്നത് അല്ലെ. എന്നാൽ ഇവിടെ ആൽഫ ചെയിനെയോ അല്ലെങ്കിൽ ബീറ്റ ചെയിനെയോ ബാധിക്കാം. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവയുടെ സ്ട്രക്ചറിലല്ല പ്രശ്നം വരുന്നത്, പകരം ക്വാണ്ടിറ്റി കുറയാണ് ചെയ്യുന്നത്. അതായത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എമൗണ്ടില് കുറവ് വരുന്നു. വേണ്ടത്രത്തോളം എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല? ഈ ഗ്ലോബിൻ ചെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ ഒരു കണ്ടീഷനാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടാവാൻ കാരണം എന്താണ്? ഈ പെർട്ടിക്കുലർ പ്രോട്ടീൻ സിന്തസിസിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻസില് മ്യൂട്ടേഷനോ ഡെലീഷനോ സംഭവിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, എയ്തർ ആൽഫ ഗ്ലോബിൻ ചെയിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ബീറ്റാ ഗ്ലോബിൻ ചെയിന്റെ പ്രൊഡക്ഷൻ ആണ് ഇവിടെ അഫക്റ്റഡ് ആവുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഗ്ലോബിൻ ചെയിൻസിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാവുന്ന ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് എങ്ങനെയായിരിക്കും? അബ്നോർമൽ ആയിരിക്കും അല്ലെ. അബ്നോർമൽ ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ആസ് എ റിസൾട്ട് അവിടെ അനീമിയ ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെ തലാസീമിയ ഉള്ള പേഷ്യൻസിൽ മെയിൻ ആയിട്ട് കാണുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? അനീമിക് ആവുകയാണ് ചെയ്യുന്നത്. അവർ അനീമിക് ആവുന്നു, അതായത് അവരിൽ എന്തുണ്ടാവുന്നു? അനീമിയ ഉണ്ടാവുന്നു. നമുക്ക് ഈ തലാസീമിയ എന്ന ഡിസീസിനെ രണ്ടായി തരംതിരിക്കാം, ആൽഫ തലാസീമിയ ആൻഡ് ബീറ്റ തലാസീമിയ. ആൽഫ തലാസീമിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ ആൽഫ ഗ്ലോബിന്റെ പ്രൊഡക്ഷനെ ആയിരിക്കും ബാധിക്കുന്നത് അല്ലെ. ആൽഫ ഗ്ലോബിന്റെ പ്രൊഡക്ഷൻ ആണ് അഫക്റ്റഡ് ആവുന്നത് എങ്കിൽ അത്തരത്തിലുള്ള തലാസീമിയെ നമ്മൾ ആൽഫ തലാസീമിയ എന്നും, ബീറ്റ ഗ്ലോബിൻ ചെയിന്റെ പ്രൊഡക്ഷനെയാണ് അഫക്ട് ചെയ്യുന്നത് എങ്കിൽ അത്തരത്തിലുള്ള തലാസീമിയെ നമ്മൾ ബീറ്റ തലാസീമിയ എന്നാണ് വിളിക്കുന്നത്. സോ തലാസീമിയെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. ഏതൊക്കെയാണ്? ആൽഫ തലാസീമിയ ആൻഡ് ബീറ്റ തലാസീമിയ. ആൽഫ തലാസീമിയ, ബീറ്റ തലാസീമിയ, ഇത് രണ്ടും നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഓരോന്നിനെയും കൺട്രോൾ ചെയ്യുന്ന ജീനുകൾ വ്യത്യസ്തമാണ്. ആൽഫ തലാസീമിയ എന്ന് പറയുന്ന ആ ഒരു ഡിസോർഡർ നോക്കുകയാണെങ്കിൽ ഇവിടെ ജീൻസ് വരുന്നത് HbA1 ഉം HbA2 ആണ്. ഇത് ക്രോമസോം നമ്പർ 16 കാണപ്പെടുന്ന ക്ലോസ്ലി ലിങ്ക്ഡ് ജീൻസ് ആണ്. രണ്ട് ജീൻസ് ആണ് ഇത്, രണ്ട് പരസ്പരം അടുത്തടുത്തായിട്ട്, അതായത് ക്ലോസ്ലി ലിങ്ക്ഡ് ജീൻസ് ആണ്. ക്രോമസോം നമ്പർ 16 കാണപ്പെടുന്നത്. അപ്പൊ നോക്കൂ,
ഇതാണ് HbA1 എന്ന് വിചാരിക്കുക, ഇത് HbA2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഒരു പാരന്റിൽ നിന്നും വന്നതാണ് ഇത്. ഇനി അടുത്ത പാരന്റിൽ നിന്നും ഇതുപോലെ തന്നെ ഒരു ക്രോമസോമും കൂടെ ഉണ്ടാവുമല്ലോ. ഓക്കെ, അവിടെയും ഇതുപോലെ തന്നെ എന്ത് കാണുന്നു? HbA1ഉം കാണുന്നു, HbA2ഉം കാണുന്നു. ഈ 4 ജീനുകളിൽ ഏതെങ്കിലും ഒന്നിനോ അല്ലെങ്കിൽ 4എണ്ണത്തിനാവാം, 2എണ്ണത്തിനാവാം, 3എണ്ണത്തിനാവാം, അങ്ങനെ ഏതെങ്കിലും ജീനുകൾക്ക് മ്യൂട്ടേഷനോ ഡെലിഷനോ സംഭവിക്കുമ്പോഴാണ് ആൽഫ തലാസീമിയ എന്ന് പറയുന്ന ഡിസോർഡർ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഡെലിഷൻ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആൽഫ ഗ്ലോബിൻ മോളിക്യൂൾസിന്റെ അളവ് കുറയാണ് ചെയ്യുന്നത്. എത്ര ജീൻസ് അഫക്റ്റഡ് ആവുന്നോ അത്രത്തോളം ആൽഫ ഗ്ലോബിൻ ഉണ്ടാവുന്നത് കുറയുന്നു. 2 ജീൻസ് അഫക്റ്റഡ് ആണെങ്കിൽ കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഒരു ജീൻ അഫക്റ്റഡ് ആണ് എന്ന് വിചാരിക്കുക, അപ്പൊ കുറച്ച് കുറയുന്നു. ഇനി 2 അഫക്റ്റഡ് ആണെങ്കിൽ വളരെ കുറവായിരിക്കും ഈ ആൽഫ ഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇനി 3 അഫക്റ്റഡ് ആണെങ്കിൽ പിന്നെയും അതിന്റെ എമൗണ്ട് കുറയുന്നു. അങ്ങനെ എത്രത്തോളം ജീൻസ് അഫക്റ്റഡ് ആവുന്നുണ്ടോ അത്രത്തോളം ആൽഫ ഗ്ലോബിന്റെ പ്രൊഡക്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. ഇനി ബീറ്റ തലാസീമിയ എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നത് ആകെ ഒരേ ഒരു ജീനാണ്, HBB എന്ന് പറയുന്ന ജീനാണ്. അവിടെ 2 ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് HbA1ഉം HbA2ഉം. ഓക്കെ, അതായത് ഹീമോഗ്ലോബിൻ ബീറ്റ എന്നുള്ളത് സൂചിപ്പിക്കാനാണ് HbB, ഹീമോഗ്ലോബിൻ ആൽഫ എന്നുള്ളത് സൂചിപ്പിക്കാനാണ് HbA. ഓക്കെ, അപ്പൊ ഇത് ക്രോമസോം നമ്പർ 11ലാണ് കാണുന്നത്, അതായത് 11ാമത്തെ ക്രോമസോമിലാണ് ഈ ഒരു പെർട്ടിക്കുലർ ജീന് കാണുന്നത്. നമ്മൾ പറഞ്ഞു ഇതൊക്കെ ഓട്ടോസോം ലിങ്ക്ഡ് ആണല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ 11ാമത്തെ ക്രോമസോമില് 2 ക്രോമസോംസ് ആണുള്ളത്. ഒന്ന് ഒരു പാരന്റിൽ നിന്ന് വന്നത്, അടുത്തത് മറ്റൊരു പാരന്റിൽ നിന്ന് വന്നത്. അതിൽ കാണപ്പെടുന്ന ഒരു ജീനാണ് HbB എന്ന് പറയുന്ന ജീന്. അപ്പൊ ഇവിടെ നോക്കൂ, ഇതില് 2എണ്ണത്തിനും പ്രശ്നം വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിന് പ്രശ്നം വരാം. അങ്ങനെ ഏതെങ്കിലും ഒന്നിന് പ്രശ്നം വരികയോ അല്ലെങ്കിൽ 2എണ്ണത്തിനും പ്രശ്നം വരികയോ ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ബീറ്റ തലാസീമിയ എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നാം, ഈ ബീറ്റ തലാസീമിയ എന്ന് പറയുന്നതും അതുപോലെ തന്നെ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നതും ബാധിക്കുന്നത് ബീറ്റ ഗ്ലോബിന്റെ പ്രൊഡക്ഷനെയാണ്. എന്നാൽ സിക്കിൾ സെൽ അനീമിയയില് ഉണ്ടാവുന്ന ബീറ്റ ഗ്ലോബിന്റെ സ്ട്രക്ചറിലാണ് മാറ്റം വരുന്നത്, അല്ലെ? അതിന്റെ ക്വാളിറ്റി ആണ് മാറുന്നത്. ഓക്കെ, ആ ഉണ്ടാവുന്ന ബീറ്റ ഗ്ലോബിന്റെ സ്ട്രക്ചറിലാണ് അവിടെ സിക്കിൾ സെൽ അനീമിയയിൽ മാറ്റം സംഭവിക്കുന്നത്. എന്നാൽ ഇവിടെ തലാസീമിയയിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഉണ്ടാവുന്ന ഗ്ലോബിൻ ചെയിൻസിന്റെ അളവ് കുറവായിരിക്കും, എമൗണ്ട് കുറയുന്നു. ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലം ആണ്, ക്വാണ്ടിറ്റി കുറവായിരിക്കും. ഉണ്ടാവുന്ന ഈ ഗ്ലോബിൻ ചെയിൻസിന്റെ ക്വാണ്ടിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഡിസോർഡർ ഒരു ക്വാളിറ്റേറ്റീവ് പ്രോബ്ലം ആണ്. പ്രോട്ടീൻസ് ആവശ്യത്തിന് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ആ പ്രോട്ടീനിന് വേണ്ട ക്വാളിറ്റി ഇല്ല, അത് ശരിക്കും വേണ്ട സ്ട്രക്ചർ അല്ല അവയ്ക്ക് അവിടെ ഉള്ളത്. ഓക്കെ, എന്നാൽ തലാസീമിയ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലം ആണ്. ദാറ്റ് മീൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്രോട്ടീന്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഉണ്ടാവുന്നത് എന്താണ്? അനീമിയ ആണ് അവിടെ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ 2 തരത്തിലുള്ള തലാസീമിയ പറഞ്ഞു, ആൽഫയും പറഞ്ഞു, ബീറ്റയും പറഞ്ഞു. നെക്സ്റ്റ് വരുന്ന മെന്റേലിയൻ ഡിസോർഡർ ആണ് ഫീനൈൽ കീറ്റോന്യൂറിയ എന്ന് പറയുന്നത്. ഇതൊരു ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ആണ്. ഓക്കെ, ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ആണ്. ഓട്ടോസോമിലാണ് ഈ ഒരു പെർട്ടിക്കുലർ അസുഖത്തിനെ കൺട്രോൾ ചെയ്യുന്ന ജീന് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ റിസസീവ് ആണ്, രണ്ടും റിസസീവ് ആയിട്ടുള്ളത് വന്നു കഴിഞ്ഞാൽ മാത്രമാണ്, ഹോമോസൈഗസ് റിസസീവ് കണ്ടീഷനിൽ മാത്രമാണ് അസുഖം ഉണ്ടാവുന്നത്. ഓക്കെ, ഇവിടെ മെറ്റബോളിസത്തിലാണ് പ്രശ്നം വരുന്നത്. ജനിക്കുമ്പോൾ തന്നെ മെറ്റബോളിസത്തിലാണ് ഇവിടെ പ്രോബ്ലം ഉണ്ടാവുന്നത്. അതായത് ഫീനൈൽ അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ തൈറോസിൻ ആക്കി മാറ്റാൻ സഹായിക്കുന്ന എൻസൈം ഇവിടെ കാണപ്പെടുന്നുണ്ടാവില്ല. അതായത് ഫീനൈൽ കീറ്റോന്യൂറിയ എന്ന് പറയുന്ന അസുഖമുള്ളവരിൽ ആ ഒരു പെർട്ടിക്കുലർ എൻസൈം കാണുന്നുണ്ടാവില്ല. ഓക്കെ, ഫീനൈൽ അലാനിനെ തൈറോസിൻ ആക്കി മാറ്റുന്ന എൻസൈം ഇവിടെ കാണുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഫീനൈൽ അലാനിൻ അക്യുമുലേറ്റ് ചെയ്യപ്പെടും, അല്ലെ? അതിന്റെ കൺവേർഷൻ നടക്കുന്നില്ലല്ലോ. സോ ഈ ഫീനൈൽ അലാനിൻ ഇങ്ങനെ കൂടും, ഒരുപാട് ഫീനൈൽ അലാനിൻ അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നു. ഈ ഫീനൈൽ അലാനിൻ മറ്റു പല പ്രൊഡക്റ്റുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഫീനൈൽ പൈറുവിക് ആസിഡ് അതുപോലെ തന്നെ മറ്റു പല ഡെറിവേറ്റീവ്സും ആയിട്ടും കൺവേർട്ട് ചെയ്യപ്പെടുന്നു. തൈറോസിനായിട്ട് മാറാൻ കഴിയില്ല, അപ്പം അത് മറ്റു പല കോമ്പൗണ്ട്സും ആയിട്ട് മാറുന്നു.
ഇവയൊക്കെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവാം. ബ്രെയിനിൽ ഇവ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ഇവ യൂറിനിലൂടെയും ഒരുപാട് പുറത്തേക്ക് പോകുന്നുണ്ടാവും. ഈ ഒരു പെർട്ടിക്കുലർ അമിനോ ആസിഡ് യൂറിനിലൂടെയും പുറത്തേക്ക് പോകുന്നുണ്ടാവും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കിഡ്നിക്ക് കൂടുതലായിട്ട് റീഅബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സോ യൂറിനിലൂടെയും ഇത് ഒരുപാട് പുറത്തേക്ക് പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നു. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് മെന്റൽ റിട്ടാർഡേഷൻ ആണ്. ഓട്ടോസോമൽ റിസസീവ് ട്രൈറ്റ് ആണെന്നുള്ളത് ഓർമ്മിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഫീനൈൽ അലാനിനെ തൈറോസിനാക്കി മാറ്റാൻ സഹായിക്കുന്ന എൻസൈം ഇല്ലാത്തത് മൂലമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. നമുക്ക് ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇതൊരു വലിയ ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഇതുവരെ ബയോ അബോർഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്